സോ ഹായ് ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ന്യൂസിലോട്ട് കിടക്കാം. സോ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് സ്റ്റാർലിങ്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സ്റ്റാർലിങ്ക്സ് ഇന്ത്യ സ്ട്രഗിൾ സ്പെക്ട്രം സർവൈലൻസ് ആൻഡ് കണക്ടിവിറ്റി. അപ്പോൾ ഈ സ്റ്റാർലിങ്ക് എന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇറ്റ് ഈസ് എ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സർവീസ് വിച്ച് വാസ് ക്രിയേറ്റഡ് ബൈ സ്പേസ് എക്സ്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഫൗണ്ടർ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും, വിച്ച് ഈസ് ഇലോൺ മസ്ക്. സോ ഈ ഒരു സ്റ്റാർലിങ്ക് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് യൂസസ് തൗസൻഡ്സ് ഓഫ് സ്മോൾ സാറ്റലൈറ്റ്സ് in space to provide high speed internet to people on earth, especially in rural or remote areas where regular internet service is very hard to get. So ഒരു കേബിളോ ടവേഴ്സോ ഒന്നും ഇല്ലാതെ നമ്മളിപ്പോൾ ട്രഡീഷണൽ ഇൻ്റർനെറ്റ് സർവീസിന് കേബിളും ടവറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് കേബിൾസ് ഓർ ടവേഴ്സ് ലൈക്ക് ട്രഡീഷണൽ ഇൻ്റർനെറ്റ്, ഈ ഒരു സ്റ്റാർലിങ്ക് ബീംസ് ഇൻ്റർനെറ്റ് സിഗ്നൽസ് ഡയറക്ട്ലി ഫ്രം സ്പേസ് ടു എ ഡിഷ് ഇൻസ്റ്റാൾഡ് അറ്റ് യുവർ ഹോം ഓർ ബിസിനസ്. ഓക്കെ, ഇതാണ് സ്റ്റാർലിങ്കിൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. സോ നമുക്ക് നമ്മുടെ എല്ലാ ന്യൂസിലും നമ്മൾ ചെയ്യുന്നത് പോലെ ഇതിൻ്റെ പ്രിലിംസ് ആൻഡ് മെയിൻസ് റെലവൻസ് നമുക്കൊന്ന് നോക്കാം. പ്രിലിംസിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 കറണ്ട് ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഇന്ത്യൻസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻഡിജിനൈസേഷൻ ഓഫ് ടെക്നോളജി ആൻഡ് ഡെവലപ്പിംഗ് ന്യൂ ടെക്നോളജി എന്നുള്ള ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സോ let's look into the background of this news. So India's rural area have long faced digital isolation, lagging behind urban digital growth. Starlink, a satellite internet project by SpaceX, aims to deliver high-speed internet to remote regions lacking infrastructure. The technology promises to bridge the digital divide, especially in areas without cables or mobile towers. However, Starlink's rollout in India is facing legal, regulatory, and security hurdles. So, the core issue is not just technology, but a larger debate on innovation versus national regulations and sovereignty. അപ്പോൾ നമുക്ക് ഇതൊന്ന് സമ്മറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലേ, ഇന്ത്യയിലുള്ള റൂറൽ ഏരിയാസിൽ ഇൻ്റർനെറ്റും കാര്യങ്ങളൊന്നും അത്ര നല്ലതല്ല അല്ലേ. സിറ്റീസിലെ പോലെ അത്രയും നല്ലൊരു സ്പീഡ് കണക്ടിവിറ്റി ഒന്നും നമുക്ക് അവിടെ കിട്ടില്ല. സോ ഈ ഒരു സ്റ്റാർലിങ്ക് പ്രൊജക്റ്റ്, സ്പേസ് എക്സിൻ്റെ ഈ ഒരു സ്റ്റാർലിങ്ക് പ്രൊജക്റ്റ് അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ദേ വാണ്ട് ടു ഫിക്സ് ദിസ് ബൈ യൂസിങ് സാറ്റലൈറ്റ്സ് ടു ഗീവ് ഫാസ്റ്റ് ഇൻ്റർനെറ്റ് ടു പ്ലേസസ് ദാറ്റ് ഡോണ്ട് ഹാവ് കേബിൾസ് ഓർ മൊബൈൽ ടവേഴ്സ്. ഈ ഒരു കേബിൾസും മൊബൈൽ ടവേഴ്സും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള അതൊരു ട്രഡീഷണൽ ആയിട്ട് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നൊരു പരിപാടിയാണല്ലോ. പക്ഷെ അത് മാറ്റിയിട്ട് സാറ്റലൈറ്റ് വഴി ആൾക്കാർക്ക് കുറച്ചും കൂടി മികച്ച ഇൻ്റർനെറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റാർലിങ്കിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ദിസ് കുഡ് ഹെൽപ്പ് കണക്ട് വില്ലേജസ് ആൻഡ് റിമോട്ട് ഏരിയാസ് ടു ദ ഡിജിറ്റൽ വേൾഡ്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയാം ഇന്ത്യയിൽ സ്റ്റാർലിങ്ക് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ലീഗൽ ഇഷ്യൂസും അതേപോലെ കുറേ സെക്യൂരിറ്റി കൺസേൺസ് ഒക്കെ നമുക്കുണ്ട് അല്ലേ. സോ ഇൻ ഇന്ത്യ സ്റ്റാർലിങ്ക് ഈസ് ഹാവിങ് പ്രോബ്ലംസ് ബിക്കോസ് ഇറ്റ് ഹാസൻ മെറ്റ് സർട്ടൻ ലീഗൽ റൂൾസ് ആൻഡ് സെക്യൂരിറ്റി റിക്വയർമെൻറ്റ്സ്. സോ ദി ഗവൺമെൻറ് വാണ്ട്സ് ടു മേക്ക് ഷുവർ എവറിത്തിങ് ഈസ് ഡൺ പ്രോപ്പർലി ആൻഡ് സേഫ്ലി ബിഫോർ അലോയിങ് ഇറ്റ് ടു ഫുള്ളി ഓപ്പറേറ്റ് ഇൻ ഇന്ത്യ. ആൻഡ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെ റെഗുലേഷൻസ് ആണ്. സോ വാട്ട് ഓൾ റെഗുലേഷൻസ് അപ്ലൈ ടു സ്റ്റാർലിങ്ക്. അതിൽ നമുക്ക് ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ടിനെ പറ്റിയിട്ട് 1885 ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട്, അതേപോലെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് 1997, ടെലികമ്മ്യൂണിക്കേഷൻസ് ആക്ട് ഓഫ് 2023, ഇതിനെ പറ്റിയിട്ടെല്ലാം നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പോളിസി ഓഫ് 2000. സോ ഈ ഒരു സ്റ്റാർലിങ്ക് നീഡ്സ് എ വെരി സ്മോൾ അപ്പാർച്ചർ ടെർമിനൽ BSAT license from the Department of Telecommunications to operate in India. And Section 4 grants the government the exclusive right to establish and operate telegraphs, including modern technologies like BSAT and all. So Section 7 authorizes the government to issue rules governing such licenses. സോ ഇതിന് നമ്മൾ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇവിടെ ഒരു BSAT ലൈസൻസിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നതല്ല, വിച്ച് ഈസ് ഇഷ്യൂഡ് ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻസ്. അപ്പോൾ ഈ ഒരു ഇൻ്റർനെറ്റ് സർവീസ് ഇന്ത്യയിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാർലിങ്ക് നീഡ്സ് എ സ്പെഷ്യൽ ലൈസൻസ് ആൻഡ് വിച്ച് ഈസ് കോൾഡ് ദി BSAT ലൈസൻസ് ഫ്രം ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻസ്. അപ്പോൾ ഇന്ത്യൻ ലോ അനുസരിച്ചിട്ട് ഈ ഒരു സെക്ഷൻ 4 ആണ് ഗവൺമെൻറ്റിന് ഫുൾ കൺട്രോൾ കൊടുക്കുന്നത്. എന്തിന്? സെറ്റിംഗ് അപ്പ് ആൻഡ് റണ്ണിങ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ലൈക്ക് ടെലിഗ്രാഫ്സ്
സോ ഈ ഒരു ടെലിഗ്രാഫ്സിൻ്റെ ഒരു മോഡേൺ ടെക്നോളജി ആയിട്ട് നമുക്ക് ഈ ഒരു സാറ്റലൈറ്റ് ഇൻ്റർനെറ്റിനെ നമുക്ക് കാണാൻ കഴിയും. ആൻഡ് ഒന്ന് സെക്ഷൻ 4 ആണ്, പിന്നെ ഒന്ന് സെക്ഷൻ 7 ആണ്. സോ സെക്ഷൻ 7 ലെറ്റ്സ് ദ ഗവൺമെൻറ് മേക്ക് റൂൾസ് അബൌട്ട് ഹൗ ദീസ് ലൈസൻസസ് ആർ ഗിവൺ ആൻഡ് യൂസ്ഡ്. So basically, Starlink can't legally offer its service in India without getting permission from the government through this license. സോ നമ്മളിപ്പോൾ സംസാരിച്ചത് ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ടിനെ കുറിച്ചാണ്. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1997 ആണ്. ആൻഡ് വെയിറ്റ് എ മിനിറ്റ്. ഓക്കെ, ഈ ഒരു ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഈ ഒരു ആക്ട് ആണ് നമുക്ക് നോക്കാനുള്ളത്. സോ ഇവിടെ ഈ ഒരു TRAI എന്ന് പറയുന്ന ഈ ഒരു ബോഡിയാണ് വിച്ച് പ്ലേസ് ആൻ അഡ്വൈസറി ആൻഡ് റെഗുലേറ്ററി റോൾ റെക്കമെൻഡിങ് ലൈസൻസിങ് ടേംസ്, സ്പെക്ട്രം മാനേജ്മെന്റ് ആൻഡ് ഇൻഷുറിംഗ് ഫെയർ കോമ്പറ്റീഷൻ. ഈ ഒരു TRAI's guidelines significantly impact the regulatory environment for satellite-based services like Starlink. ആൻഡ് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബാക്കിയുള്ള റിമൈനിങ് 2 ആക്ടും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഓവറോൾ സമ്മറി നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് ഓഫ് 2023 നോക്കാം. സോ ദിസ് ആക്ട് governs satellite spectrum allocation and requires Starlink to follow specific security and pricing norms. So Starlink's use of Ku and Ka band frequencies is subject to spectrum regulations aligned with International Telecommunication Union standard. Okay, next, satellite communication policy of 2000. Starlink must coordinate satellite operations and orbital slot use with the Indian Space Research Organization ISRO to avoid conflicts. The company must also align with national space priorities and cooperate with the Indian National Space Promotion and Authorization Center. അപ്പോൾ ഈ ഒരു TRAI, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, it was set up in 1997 to help manage and guide the telecom industry. അപ്പോൾ ഇതാണ് അഡ്വൈസ് ചെയ്യുന്നത് ഗവൺമെൻറ്റിന് ഓൺ തിങ്സ് ലൈക്ക് ലൈസൻസിന് വേണ്ട റൂൾസ്, അതേപോലെ തന്നെ ഈ ഒരു റേഡിയോ ഫ്രീക്വൻസീസ് വിച്ച് ഇസ് ഓൾസോ കോൾഡ് ദി സ്പെക്ട്രം, ഇതെങ്ങനെ മാനേജ് ചെയ്യണം, ഹൗ ടു മാനേജ് റേഡിയോ ഫ്രീക്വൻസീസ്, പിന്നെ ഫെയർ ആയിട്ടുള്ള കോമ്പറ്റീഷൻ കമ്പനീസ് അമംഗിൽ മേക്കിംഗ് ഷുവർ ദർ ഇസ് ഫെയർ കോമ്പറ്റീഷൻ അമംഗ് കമ്പനീസ്. അപ്പോൾ നമുക്കിവിടെ നോക്കേണ്ടത് ഈ ഒരു സർവീസസ് ലൈക്ക് സ്റ്റാർലിങ്ക് വിച്ച് യൂസസ് സാറ്റലൈറ്റ്സ് ടു പ്രൊവൈഡ് ഇൻ്റർനെറ്റ്, ഈ ഒരു TRAI എന്ന് പറയുന്നവരുടെ ഈ ഒരു ഗൈഡ് ലൈൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരാണ് ദേ ഹെൽപ്പ് ഷേപ്പ് ദ റൂൾസ് ദാറ്റ് സ്റ്റാർലിങ്ക് മസ്റ്റ് ഫോളോ ടു വർക്ക് ലീഗലി ആൻഡ് ഫെയർലി ഇൻ ഇന്ത്യ. സോ ഈ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് ഓഫ് 2023 പ്രകാരം ഇവരാണ് ഈ ഒരു ലോസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. ലൈക്ക് ഹൗ സാറ്റലൈറ്റ് സിഗ്നൽസ്, നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഈ ഒരു സ്പെക്ട്രം എങ്ങനെ ഇന്ത്യയിൽ യൂസ് ചെയ്യണം എന്നുള്ള സംഭവങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇവരാണ്. സോ സ്റ്റാർലിങ്ക് മസ്റ്റ് ഫോളോ ദിസ് ലോ. ആൻഡ് ഈ ഒരു ലോയിൽ പിന്നെ വേറെ കുറച്ച് റൂൾസും കൂടി പറയുന്നുണ്ട് വിച്ച് ഈസ് അബൌട്ട് സെക്യൂരിറ്റി ആൻഡ് പ്രൈസിങ് ആൻഡ് ഓൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റാർലിങ്ക് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, വളരെ ഹൈ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി റൂറൽ ഏരിയാസിലേക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സാറ്റലൈറ്റ്സ് ആൻഡ് ഓൾ. സോ ഇവിടെ സ്റ്റാർലിങ്ക് യൂസ് ചെയ്യുന്നത് ദേ യൂസ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റേഡിയോ സിഗ്നൽസ്. ഓക്കെ, ഇവർ യൂസ് ചെയ്യുന്ന റേഡിയോ സിഗ്നൽസ് എന്ന് പറയുന്നത് ഒന്ന് കൂ ബാൻഡാണ്, പിന്നുള്ളത് ഖാ ബാൻഡാണ്. ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് വശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഒരു ബാൻഡ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. സോ ഇതെന്തിനാന്ന് വെച്ചാൽ ടു സെൻഡ് ഇൻ്റർനെറ്റ് ഫ്രം സ്പേസ്. ഓക്കെ, സോ ബട്ട് ടു യൂസ് ദീസ് ഫ്രീക്വൻസീസ് ഇൻ ഇന്ത്യ, Starlink must follow spectrum rules that match international standards set by the International Telecommunication Union, which is the ITU. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പോളിസി ഓഫ് 2000 ആണ്. അപ്പോൾ സ്റ്റാർലിങ്ക് മസ്റ്റ് വർക്ക് ക്ലോസ്ലി വിത്ത് ദി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ടു മാനേജ് സാറ്റലൈറ്റ് ഓപ്പറേഷൻസ്. അതെന്തിനാന്ന് വെച്ചാൽ വേറെ സാറ്റലൈറ്റുകളൊക്കെ ആയിട്ടുള്ളൊരു ഒരു ഇൻ്റർഫിയറൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഓൾസോ ഹാസ് ടു ഫോളോ ഇന്ത്യാസ് സ്പേസ് ഗോൾസ് ആൻഡ് കോപ്പറേറ്റ് വിത്ത് ദി ഇൻ സ്പേസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇൻ സ്പേസ്.
സോ ഈ ഒരു ഏജൻസിയാണ് ഈ ഒരു പ്രൈവറ്റ് കമ്പനീസ്, സ്പേസിൽ വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് കമ്പനീസിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ ഒരു ഏജൻസിയാണ്. സോ ഇറ്റ് ഹാസ് ടു follow India's space goals and cooperate with this in space, the agency that oversees private companies working in space. അപ്പോൾ ഇതാണ് ഈ ഒരു സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പോളിസി ഓഫ് 2000 അണ്ടറിൽ നമുക്ക് നോക്കാനുള്ളത്. ആൻഡ് നൗ നമുക്ക് നോക്കാനുള്ളത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഓഫ് 2000 ആൻഡ് ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 2023 ആണ്. So these acts impose obligation on data encryption, storage and cyber security. Starlink must adhere to national security directives which may include real-time signal tracking and user verification by intelligence agencies and the Ministry of Home Affairs. അപ്പോൾ നമ്മളിവിടെ രണ്ട് ആക്ടുകളെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തു അല്ലേ. ഒന്ന് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000-ഉം അതേപോലെ തന്നെ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023-യും. ഇവരാണ് ഇതിനുള്ള റൂൾസ് സെറ്റ് ചെയ്യുന്നത്. എന്തിന്? ഒരു ഹൗ ഡാറ്റ ഷുഡ് ബി ഹാൻഡിൽഡ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇത് ഫോക്കസ് ചെയ്യുന്നത് മെയിൻലി ഡാറ്റ എൻക്രിപ്ഷനും അതേപോലെ സ്റ്റോറേജും സൈബർ സെക്യൂരിറ്റിയും ഒക്കെയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇൻഫർമേഷൻ സേഫ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റാർലിങ്ങിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോർ സ്റ്റാർലിങ്ക് ദിസ് മീൻസ് ഇറ്റ് മസ്റ്റ് ഫോളോ സെക്യൂരിറ്റി റൂൾസ് സെറ്റ് ബൈ ദ ഗവൺമെന്റ് അല്ലേ. അപ്പോൾ ദിസ് കുഡ് ഇൻക്ലൂഡ് തിങ്സ് ലൈക്ക് ട്രാക്കിംഗ് സിഗ്നൽസ് ഇൻ റിയൽ ടൈം ആൻഡ് വെരിഫൈങ് യൂസേഴ്സ് ആസ് റിക്വയർഡ് ബൈ ദ ഇന്ത്യാസ് ഇന്റലിജൻസ് ഏജൻസീസ് ആൻഡ് ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. സോ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് സ്റ്റാർലിങ്ക് ഇതേവരെ ഇന്ത്യയിൽ എൻ്റർ ചെയ്യാതിരുന്നത് എന്നുള്ളതാണ്. സോ നമ്മൾ നേരത്തെ ഈ ഒരു VSAT എന്ന് പറയുന്ന ഇതിനെ പറ്റി, ഈ ഒരു ലൈസൻസ് റിക്വയർമെന്റിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. സോ സ്റ്റാർലിങ്ങിന് ഈ ഒരു ലൈസൻസിന്റെ ആവശ്യമുണ്ട് അണ്ടർ ദി ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് ഓഫ് 1885 ടു ഓപ്പറേറ്റ്. സോ ദിസ് ഇൻവോൾവ്സ് തറോ ചെക്സ് ഓൺ ടെക്നിക്കൽ ആൻഡ് ഫൈനാൻഷ്യൽ ആസ്പെക്ട്സ് and can take time as it may require approval from multi-governmental departments. അപ്പോൾ ഒരുപാട് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ കയ്യിൽ നിന്ന് അപ്രൂവൽ ലഭിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ടെക്നിക്കൽ സൈഡിൽ നിന്നും അതേപോലെ തന്നെ ഒരു ഫൈനാൻഷ്യൽ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് തറോ ചെക്സും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു ലൈസൻസിന്റെ റിക്വയർമെന്റ് ലാഗ് ആവുന്നത് കൊണ്ടാണ് ഒന്നാമത്തെ റീസൺ. പിന്നൊന്ന് സാറ്റലൈറ്റ് സ്പെക്ട്രം നെഗോസിയേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ രണ്ട് ബാൻഡുകളെ പറ്റി പറഞ്ഞില്ലേ, ഈ കൂ ആൻഡ് ഈ ഒരു കൂ ഖ എന്ന് പറയുന്ന രണ്ട് ബാൻഡ് ഫ്രീക്വൻസീസിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. ദാറ്റ് സ്റ്റാർലിങ്ക് യൂസേഴ്സ് ആർ സ്റ്റിൽ ബീങ് ഡിസ്കസ്ഡ് ബിറ്റ്വീൻ ദി ടെലികോം ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ ഒരു റൂൾസ് ആണ്, ദീസ് റൂൾസ് ആൻഡ് പ്രൈസിങ് ഫോർ ദീസ് ഫ്രീക്വൻസീസ് ഹാവൻ ബീൻ ഫൈനലൈസ്ഡ് യെറ്റ്. ഇതിന് വേണ്ട റൂൾസും പ്രൈസും ഈ ഫ്രീക്വൻസീസിന് വേണ്ട റൂൾസും പ്രൈസും കാര്യങ്ങളൊന്നും ഇതേവരെ ഇവര് ഫൈനലൈസ് ചെയ്തിട്ടില്ല. അതാണ് രണ്ടാമത്തെ റീസൺ. ആൻഡ് മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് സെക്യൂരിറ്റി ക്ലിയറൻസ് പ്രോസസ് ആണ്. സോ ദർ ആർ കൺസേൺസ് ഓവർ ഫോറിൻ ഓണർഷിപ്പ് ഓഫ് ദ സർവീസ് ആൻഡ് ഹൗ ഡാറ്റ ഈസ് മാനേജ്ഡ്. അപ്പോൾ ഇന്ത്യൻ ഏജൻസീസ് നീഡ് ഗ്യാരണ്ടീസ് ഓൺ ഡാറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് ലോഫുൾ യൂസേജ് ബിഫോർ ഗിവിംഗ് അപ്രൂവൽ അല്ലെ. ഈ ഒരു സെക്യൂരിറ്റി ക്ലിയറൻസിന്റെ ആ ഒരു ഇഷ്യൂ ആണ്. പിന്നീടുള്ളത് ഒരു ഓപ്പറേഷണൽ കോസ്റ്റും അതേപോലെ തന്നെ ഇൻവെസ്റ്റർ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെയാണ്. സോ ഓൾ ദീസ് റെഗുലേറ്ററി ഇഷ്യൂസ് raise cost and delay for Starlink, which can also affect investor confidence, making it harder for the company to enter the market. So ഇങ്ങനത്തെ ഒരുപാട് റെഗുലേഷൻസും കാര്യങ്ങളും അതേപോലെ തന്നെ കോസ്റ്റിന്റെ ആ ഒരു മാറ്ററും അതേപോലെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഡിലേ ചെയ്യുന്നത്. സോ ഇതൊരു ഇൻവെസ്റ്റർ കോൺഫിഡൻസിന്റെ ഒക്കെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. വിച്ച് ക്യാൻ ഓൾസോ അഫക്ട് ഇൻവെസ്റ്റർ കോൺഫിഡൻസ്, മേക്കിംഗ് ഇറ്റ് ഹാർഡർ ഫോർ ദ കമ്പനി ടു എൻ്റർ ദ മാർക്കറ്റ്. അപ്പോൾ നമ്മളിവിടെ നോക്കിയത് എന്താണ്, 4 കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. വൈ സ്റ്റാർലിങ്ക് ഹാസിൻറ്റ് എൻറ്റേർഡ് ഇന്ത്യ യെറ്റ് എന്നുള്ളതിൽ ഒന്ന് ഒരു വിസാറ്റ് ലൈസൻസ് റിക്വയർമെന്റ് ആണ്. പിന്നെ സാറ്റലൈറ്റ് സ്പെക്ട്രം നെഗോസിയേഷൻസ് ആണ്, ആ ഒരു കൂഖ ബാൻഡ് ഫ്രീക്വൻസീസിന്റെ കാര്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ സെക്യൂരിറ്റി ക്ലിയറൻസ് പ്രോസസ് ആണ്. പിന്നെ നാലാമത്തത് ഓപ്പറേഷണൽ കോസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റർ കോൺഫിഡൻസ് ആണ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹാസ് സ്റ്റാർലിങ്ക് മിസ്യൂസ് എഫക്റ്റഡ് ഇറ്റ് സെക്യൂരിറ്റി ക്ലിയറൻസ് എന്നുള്ളതാണ്. നമുക്ക് കുറച്ച് സെക്യൂരിറ്റി കൺസേൺസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ദർ ഹാവ് ബീൻ കൺസേൺസ് റേസ്ഡ് ബൈ ദ ഇന്ത്യാസ് സെക്യൂരിറ്റി ഏജൻസീസ് അബൌട്ട് സ്റ്റാർലിങ്ക് ഡിവൈസസ്. അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നു, അതല്ലെങ്കിൽ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് അത് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കൺസേൺസ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. സോ ദീസ് കൺസേൺസ് ഹാവ് ലെഡ് ടു സ്ട്രിക്റ്റർ റൂൾസ് ആൻഡ് എ ടഫർ അപ്രൂവൽ പ്രോസസ് ഫോർ ദ സ്റ്റാർലിങ്ക്. ഓക്കെ, അതാണ് ഈ ഒരു കുറച്ചും കൂടി ഒരു അപ്രൂവൽ പ്രോസസ്സ് കുറച്ചും കൂടി ഇവർക്ക് ടഫർ ആക്കാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുള്ളത്. സോ
ഈ ഒരു വെറീസ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർലിങ്ക് ദേ നീഡ് ടു എൻക്രിപ്റ്റ് ഡാറ്റ അല്ലേ, ടു കീപ് ഇൻഫർമേഷൻ സെക്യൂർ. ഓക്കെ, ഒന്ന് ആ ഒരു ഇൻഫർമേഷൻ സെക്യൂർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ആ ഒരു എന്താ പറയുക, സെക്യൂരിറ്റി ഏജൻസീസിനൊക്കെ എന്തെങ്കിലും ഒരു കാരണവശാൽ ഇവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ഉണ്ടായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടു ഇംപ്ലിമെന്റ് ലോഫുൾ ഇന്റർസെപ്ഷൻ, സോ അതോറിറ്റീസ് ക്യാൻ ആക്സസ് ഡാറ്റ ഇഫ് നീഡഡ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് stronger user verification to ensure users are who they say they are. So set up stronger user verification. So Starlink will also need to follow the Information Technology Act 2000, which we have mentioned, and the Digital Personal Data Protection Act of 2023 to make sure data is handled properly and safely. So to gain approval, അപ്പോൾ ഇതിനൊരു അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് സ്പേസ് എക്സ്, നമുക്കറിയാം ഇലോൺ മസ്കിന്റെ കമ്പനിയാണ്, ഈ ഒരു കമ്പനിയാണ് സ്റ്റാർലിങ്കിന്റെ ബിഹൈൻഡിൽ പ്രവർത്തിക്കുന്നത്. സോ വിൽ നീഡ് ടു ഷോ ദാറ്റ് ഇറ്റ് ഹാസ് ദ റൈറ്റ് സെക്യൂരിറ്റി മെഷേഴ്സ് ഇൻ place and is willing to work with the Indian authorities. So this could help speed up the process and build trust. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്റ്റാർലിങ്കിന്റെ സർവീസസ്, അതിൻ്റെ ഒരു കോസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. വൈ ദി സ്റ്റാർലിങ്ക് സർവീസ് മൈറ്റ് ബി എക്സ്പെൻസീവ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ഒന്ന്, നമുക്കറിയാം ഇത് ഒരു ഇനീഷ്യൽ കോസ്റ്റ് വളരെയധികം വേണ്ട ഒരു പരിപാടിയാണുള്ളത്, വിച്ച് നീഡ്സ് ഹൈ ഇനീഷ്യൽ കോസ്റ്റ്. അപ്പോൾ ഈ ഒരു സാറ്റലൈറ്റ് ലോ എർത്ത് ഓർബിറ്റിലോട്ട് ലോഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ കോസ്റ്റ് വളരെ ഹൈ ആണ്, വിച്ച് മേക്ക് സ്റ്റാർലിങ്സ് പ്രൈസിങ് എക്സ്പെൻസീവ്. അഡീഷണലി നമുക്ക് പറയാൻ കഴിയുന്നത് സ്റ്റാർലിങ്ക് നീഡ്സ് ടു പേ ഫോർ ലൈസൻസിങ്. ഈ ഒരു ലൈസൻസിങ്ങിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഈ ഒരു സ്പെക്ട്രം ചേഞ്ചസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അതും ഇന്ത്യൻ റെഗുലേഷൻസ് പ്രകാരം അവർക്ക് അധികം കോസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. പിന്നെ ഉള്ളത് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സ് ആണ്. സോ ദ യൂസർ ടെർമിനൽ, അതായത് ഡിഷ്, റൗട്ടർ, പിന്നെ അതിൻ്റെ സെറ്റപ്പ് നീഡ്സ് ടു ഈ ഒരു സെറ്റപ്പ് നീഡഡ് ടു യൂസ് ദ സർവീസ് വിൽ ഓൾസോ ആഡ് ടു ദ കോസ്റ്റ്, മേക്കിംഗ് ഇറ്റ് ഹാർഡർ ഫോർ റൂറൽ ഫാമിലീസ് ടു അഫോർഡ് അല്ലേ. പിന്നുള്ളത് ഒരു ടാർഗറ്റ് മാർക്കറ്റ്. വൈൽ സ്റ്റാർലിങ്ക് ഈസ് മീൻ ഫോർ റൂറൽ ഏരിയാസ്, ഇത് ആദ്യം ഇറ്റ് മേ ബി മോർ അഫോർഡബിൾ ഫോർ ബിസിനസ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അതേപോലെ വെൽത്തിയർ ഇൻഡിവിജ്വൽസ് ഇൻ റിമോട്ട് ഏരിയാസിലൊക്കെ ആയിരിക്കും ഇവർക്ക് ഫസ്റ്റ് ആക്സസ് കൊടുക്കുക എന്ന് തോന്നുന്നു, റാദർ ദാൻ റെഗുലർ ഹൗസ് ഹോൾഡ്സ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ആക്സസ് ഫോർ ലോ ഇൻകം കമ്മ്യൂണിറ്റീസ് ആണ്. ഫോർ ലോ ഇൻകം ഫാമിലീസ് ദ സർവീസ് മൈറ്റ് ബി ടു എക്സ്പെൻസീവ് അല്ലേ, unless there are subsidies or programs designed to improve digital inclusion and all. സോ നമ്മളിവിടെ എന്തുകൊണ്ടാണ് സ്റ്റാർലിങ്ക് എക്സ്പെൻസീവ് ആവാൻ കാരണം ഇന്ത്യയിൽ എന്നുള്ളത്, ഒന്ന് ഹൈ ഇനീഷ്യൽ കോസ്റ്റ് ആണ്, ആ ഒരു ലൈസൻസിങ്ങിൻ്റെയും സ്പെക്ട്രത്തിൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നീടുള്ളത് അവരുടെ എക്യുപ്മെൻറ്റ്സ് ലൈക്ക് ഡിഷ്, റൗട്ടർ ആൻഡ് ഓൾ കൈൻഡ് ഓഫ് ദാറ്റ് സെറ്റപ്പ് ആൻഡ് ഓൾ, അതിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ. സോ എക്സ്പെൻസീവ് എക്യുപ്മെൻറ്റ്സ്. മൂന്നാമത്തത് ടാർഗറ്റ് മാർക്കറ്റാണ്. എല്ലാവർക്കും ആദ്യം തന്നെ ഇത് ആക്സസ് ചെയ്യാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു വെൽത്തിയർ ആയിട്ടുള്ള ബിസിനസ് മാൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ആർ ഓപ്പറേറ്റിംഗ് ഇൻ ദ റിമോട്ട് ഏരിയാസ് വിൽ ബി ഗിവൺ ദി ഇനീഷ്യൽ ആക്സസ്. ഓക്കെ, പിന്നുള്ളത് ആക്സസ് ഫോർ ലോ ഇൻകം കമ്മ്യൂണിറ്റീസ് ആണ്. സബ്സിഡിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ഇത് ലോ ഇൻകം ഫാമിലീസിന് അഫോർഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വൈ ഡസ് സ്റ്റാർലിങ്ക് മാറ്റർ എന്നുള്ളൊരു ടോപ്പിക്കാണ്. സോ നമുക്ക് സ്റ്റാർലിങ്കിൻ്റെ കേസ് ഇന്ത്യയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നോവേഷനും ലോവും തമ്മിലുള്ള ആ ഒരു ബാലൻസിങ്ങിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല. ഈ ഒരു സ്റ്റാർലിങ്കിൻ്റെ സിറ്റുവേഷൻ എന്താണ് കാണിക്കുന്നത്, ഇറ്റ് ഷോസ് ഹൗ ടഫ് ഇറ്റ് ക്യാൻ ബി ടു ബാലൻസ് ന്യൂ ടെക്നോളജി വിത്ത് ലോക്കൽ ലോസ് ആൻഡ് നാഷണൽ സെക്യൂരിറ്റി എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദി ടെക്നോളജി ഇറ്റ് സെൽഫ് അല്ലേ, ബട്ട് ഹൗ ഇറ്റ് ഫീഡ്സ് ഇൻ ടു എ കൺട്രീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ഓൾ, അതും കൂടി നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ ഒരു നല്ലൊരു ഇന്നോവേഷൻ ആണ്, പക്ഷേ അത് നമ്മുടെ ഒരു സെക്യൂരിറ്റി കൺസേണും അതേപോലെ തന്നെ ബാക്കിയുള്ള അതോറിറ്റീസിൻ്റെ റെഗുലേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഈ ഒരു ടെക്നോളജി ഇവിടെ കൊണ്ടുവരാനല്ല. അപ്പോൾ ഈ ഒരു ബാലൻസിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ട്, ബാലൻസിങ് ഇന്നോവേഷൻ ആൻഡ് ലോസ് ആൻഡ് ഓൾ. പിന്നെയുള്ളത് നീഡ് ഫോർ ഓപ്പൺ ഡയലോഗ് ആണ്. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ ടെക് കമ്പനീസ് ലൈക്ക് സ്റ്റാർലിങ്ക് ആൻഡ് ലോക്കൽ റെഗുലേറ്റേഴ്സ് like the government to talk openly from the start. So this help both sides understand each other's concern and avoid future issues. പിന്നെയുള്ളത് ലോക്കലായിട്ടുള്ള നീഡ്സിനുള്ള അതുമായിട്ടുള്ളൊരു അഡാപ്റ്റേഷനാണ്, അഡാപ്റ്റിംഗ് ടു ദ ലോക്കൽ നീഡ്സ്. സോ ഗ്ലോബൽ കമ്പനീസ് നീഡ്സ് ടു ഫോളോ ലോക്കൽ ലോസ് ആൻഡ് സെക്യൂരിറ്റി റൂൾസ് അല്ലേ, എസ്പെഷ്യലി വെൻ പ്രൊവൈഡിങ് ഇമ്പോർട്ടൻറ്റ് സർവീസസ് ലൈക്ക് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് വിച്ച് എഫക്ട്സ് നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ. സോ ഈ ഒരു ഗ്ലോബൽ കമ്പനീസൊക്കെ അവർ നീഡ്സ് ടു ഫോളോ ലോക്കലായിട്ടുള്ള ലോസും അതേപോലെ തന്നെ സെക്യൂരിറ്റി റൂൾസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം.
എന്താന്ന് വെച്ചാൽ ഇതൊരു ചെറിയൊരു കാര്യമല്ല അല്ലേ. ഇതൊരു എന്താ പറയുക, നമ്മുടെ നാഷണൽ ഇൻഫ്രാസ്ട്രക്ചറിനെ തന്നെ എഫക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. സാറ്റലൈറ്റ് ഇന്റർനെറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പൊന്നും അധികം കേട്ട് പരിചയമില്ലാത്ത സംഭവമാണ്. സോ ഒരു ലോക്കൽ നീഡ്സുമായിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ എന്നുള്ളൊരു ഇഷ്യൂ ഇവിടെ കടന്നു വരുന്നുണ്ട്. നെക്സ്റ്റ്, സ്പെക്ട്രം ആസ് എ നാഷണൽ റിസോഴ്സ്. സോ ഈ ഒരു സ്പെക്ട്രം എന്ന് പറയുന്നത്, സോ നമുക്കറിയാം ഈ ഒരു റേഡിയോ ഫ്രീക്വൻസി സ്റ്റാർലിങ്ക് യൂസ് ചെയ്യുന്ന ഈ ഒരു റേഡിയോ ഫ്രീക്വൻസി വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് എ സ്പെക്ട്രം ഈസ് എ ലിമിറ്റഡ് റിസോഴ്സ് ഇൻ എനി കൺട്രി. ഏതൊരു രാജ്യത്തും ഈ ഒരു സ്പെക്ട്രം എന്ന് പറയുന്ന ഒരു ലിമിറ്റഡ് റിസോഴ്സ് ആണ്. സോ ഇറ്റ് നീഡ്സ് ടു ബി മാനേജ്ഡ് കെയർഫുള്ളി ടു എൻഷുവർ ഫെയർനെസ്സും അതേപോലെ എഫിഷ്യൻസിയും പിന്നെ ഫ്യൂച്ചർ നീഡ്സിനൊക്കെ ആൻഡ് ടു ബി റെഡി ഫോർ ദ ഫ്യൂച്ചർ നീഡ്സ് ആൻഡ് ഓൾ. ആൻഡ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യസ് ഡിജിറ്റൽ ലീഡർഷിപ്പ് ആണ്. So, as India works to become a global leader in digital technology, it's important that its regulatory system is clear, fair, and supports new innovations like Starlink. And a symbol of opportunity. Starlink isn't just about providing internet, and it is also a step toward bridging the gap between the rural and urban areas in terms of both connectivity and opportunities. And it's a chance to bring more equality in access to technology. സോ നമുക്കറിയാലോ, ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വേൾഡിൽ തന്നെ നമ്മളൊരു എന്താ പറയുക, ഒരു ഗ്ലോബൽ ലീഡർ, ഡിജിറ്റൽ ടെക്നോളജിയിലെ ഒരു ഗ്ലോബൽ ലീഡറായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇന്നോവേഷൻസും കാര്യങ്ങളൊക്കെ പുറത്തുള്ള ആൾക്കാർ സജസ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഇറ്റ്സ് റെഗുലേറ്ററി സിസ്റ്റം ഈസ് വെരി ക്ലിയർ ആൻഡ് ഫെയർ അല്ലേ. പുതിയ ഇന്നോവേഷൻസിനെ, അതായത് ഈ സ്റ്റാർലിങ്ക് പോലെയുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റെഗുലേറ്ററി സിസ്റ്റവും കാര്യങ്ങളൊക്കെ ക്ലിയറും ഫെയറും ആയിട്ട് വർക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഈ ഒരു അർബൺ ആൻഡ് റൂറൽ ഏരിയാസ് തമ്മിലുള്ള ആ ഒരു കണക്ടിവിറ്റി ഗ്യാപ്പും ആ ഒരു ഓപ്പർച്യൂണിറ്റി അവരുടെ തമ്മിലുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ കൂടിയിട്ട് നമുക്ക് ഇതേപോലത്തെ ടെക്നോളജികൾ വെച്ച് സാധിക്കും അല്ല. ഇറ്റ്സ് എ ചാൻസ് ടു ബ്രിങ് മോർ ഇക്വാലിറ്റി ഇൻ ആക്സസ് ടു ടെക്നോളജി. സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ്റെ ഒരു കൺക്ലൂഷനിലോട്ട് വരാം. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ ഒരു സ്റ്റാർലിങ്കിൻ്റെ എക്സ്പീരിയൻസിലൂടെ നമുക്ക് മനസ്സിലായി, അതായത് ഇന്ത്യയുടെ ആ ഒരു നീഡ് ടു ബാലൻസ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻ വിത്ത് ദ ലീഗൽ, റെഗുലേറ്ററി ആൻഡ് സെക്യൂരിറ്റി പ്രയോറിറ്റീസ് അല്ലേ. ഷുവറായിട്ടും നമ്മൾ ഈ സെക്യൂരിറ്റി പ്രയോറിറ്റീസും കാര്യങ്ങളും അതേപോലെ തന്നെ ലീഗലായിട്ടുള്ള ആ ഒരു മാറ്ററും കാര്യങ്ങളും നമ്മൾ ശരിക്കും നോക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പക്ഷേ അതൊരിക്കലും ഒരു ഭയങ്കര റിജിഡായിട്ട് പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് തടയാൻ പക്കമുള്ളതായിട്ട് മാറ്റരുത് അല്ലേ. ഈ ഒരു സ്റ്റാർലിങ്ങിന്റെ എക്സ്പീരിയൻസ് ഇൻ ഇന്ത്യ ഹൈലൈറ്റ്സ് ദ നീഡ് ടു ബാലൻസ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻ വിത്ത് ലീഗൽ, റെഗുലേറ്ററി ആൻഡ് സെക്യൂരിറ്റി പ്രയോറിറ്റീസ്. അതേപോലെ തന്നെ it underscores the importance of adapting global technologies to local frameworks through transparent and cooperative engagement എന്നുള്ളതാണ്. സോ ഇവിടെ സ്റ്റാർലിങ്ങിൻ്റെ കാര്യം നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ അവർ, അതായത് ഈ ഗ്ലോബൽ കമ്പനീസൊക്കെ അവർ ദേ ഷുഡ് വർക്ക് ഓപ്പൺലി. പിന്നെ അവർ കോപ്പറേറ്റ് ചെയ്യണം ലോക്കൽ ഗവൺമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ ടെക്നോളജി ഈ ഒരു ലോക്കൽ സിസ്റ്റത്തിൽ ഫിറ്റ് ചെയ്യുമോയെന്ന് നോക്കാൻ വേണ്ടി ദേ ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ദ ടെക്നോളജി ഫിറ്റ്സ് ഇൻ ടു ദ ലോക്കൽ സിസ്റ്റം. സോ ഇത് വെച്ചിട്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഡിസ്കഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, സോ നാളെ നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് വരാം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ, ബൈ.